വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് എന്നാണ്? 2005 ജൂൺ 15. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? 30 ദിവസം. ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യത്തിനോ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ വിവരങ്ങൾ നൽകണം? 48 മണിക്കൂർ. വിവരാവകാശ അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്. വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കാണ് വിവരങ്ങൾ ചോദിക്കുവാൻ അവകാശമുള്ളത്? എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ വിവരങ്ങൾ ലഭിക്കുന്നതിന് എത്ര രൂപ ഫീസ് അടയ്ക്കണം? ഫീസ് നൽകേണ്ടതില്ല. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ. വിവരാവകാശ നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് വിവരങ്ങൾ നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്? സെക്ഷൻ 8. വിവരാവകാശ നിയമപ്രകാരമുള്ള ആദ്യ അപ്പീൽ നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 30 ദിവസം. രണ്ടാമത്തെ അപ്പീൽ നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 90 ദിവസം. വിവരാവകാശ നിയമപ്രകാരം ഒരു പബ്ലിക് അതോറിറ്റി വിവരങ്ങൾ നൽകാൻ വൈകിയാൽ ഓരോ ദിവസവും എത്ര രൂപയാണ് പിഴ ഈടാക്കേണ്ടത്? 250 രൂപ. വിവരാവകാശ നിയമപ്രകാരം നൽകാവുന്ന പരമാവധി പിഴശിക്ഷ 25,000 രൂപ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹനദാസ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. വിവരാവകാശ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 6. വിവരാവകാശ നിയമത്തിലെ ആകെ എത്ര സെക്ഷനുകളുണ്ട്? 31. വിവരാവകാശ നിയമത്തിന്റെ 2ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്നത് ഒഴിവാക്കപ്പെട്ട രഹസ്യാന്വേഷണ സുരക്ഷാ സ്ഥാപനങ്ങൾ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകാൻ ഏത് ഭാഷ ഉപയോഗിക്കാം? ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ. വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ചാൽ PIO അപേക്ഷകന് ഇത് അറിയിക്കേണ്ടതാണ്. ഉണ്ട്, കാരണം വ്യക്തമാക്കണം. വിവരാവകാശ നിയമത്തിന് മുൻപ് നിലവിലുണ്ടായിരുന്ന നിയമം ഏതായിരുന്നു? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ രാജ്യം സ്വീഡൻ. 1766. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ എത്ര രൂപയാണ് സാധാരണ ഫീസ്? 10 രൂപ. വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന കാലാവധി. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് സഹായം നൽകാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകാൻ പ്രത്യേക ഫോറം നിർബന്ധമാണോ? അല്ല, വെള്ളക്കടലാസിൽ എഴുതി നൽകാം. മൂന്നാം കക്ഷിയെ സംബന്ധിച്ച വിവരമാണെങ്കിൽ PIO എത്ര ദിവസത്തിനുള്ളിൽ അവർക്ക് നോട്ടീസ് നൽകണം? 5 ദിവസം. വിവരാവകാശ നിയമപ്രകാരം ഒരു പൗരന് ലഭിക്കാത്ത വിവരം രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന രഹസ്യ വിവരങ്ങൾ. വിവരം, ഇൻഫർമേഷൻ എന്നതിനെക്കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് സെക്ഷൻ 2 സബ്സെക്ഷൻ F. വിവരാവകാശം റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് നിർവചിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 2 സബ്സെക്ഷൻ J. പൗരന്മാർക്ക് വിവരാവകാശത്തിന് അർഹതയുണ്ടെന്ന് പ്രസ്താവിക്കുന്ന വകുപ്പ് സെക്ഷൻ 3. പൊതു അധികാരികൾ പബ്ലിക് അതോറിറ്റീസ് വിവരങ്ങൾ സ്വമേധയാ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പ് സെക്ഷൻ 4 സബ്സെക്ഷൻ 1. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 5. വിവരങ്ങൾക്കായി അപേക്ഷ സമർപ്പിക്കേണ്ട രീതി വിവരിക്കുന്ന വകുപ്പ് സെക്ഷൻ 6. വിവരങ്ങൾ നൽകുവാനുള്ള സമയപരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പിലാണ്? സെക്ഷൻ 7. ഒരാളുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരമാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ നൽകണം? 48 മണിക്കൂർ. സെക്ഷൻ 7 സബ്സെക്ഷൻ 1. വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയ കാര്യങ്ങൾ സെക്ഷൻ 8 പരാമർശിക്കുന്നു. പകർപ്പവകാശം ലംഘിക്കപ്പെടുന്ന വിവരങ്ങൾ നൽകാൻ വിസമ്മതിക്കാമെന്ന് പറയുന്ന വകുപ്പ് 9. ഒരു രേഖയുടെ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ നീക്കം ചെയ്ത് ബാക്കി വിവരങ്ങൾ നൽകാം എന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ 10. മൂന്നാം കക്ഷി വിവരങ്ങൾ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ സംബന്ധിച്ച വകുപ്പ് ഏത്? സെക്ഷൻ 11. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 12.
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 15. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ കാലാവധിയെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 16. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നതോടെ റദ്ദാക്കപ്പെട്ട പഴയ നിയമം ഏത്? സെക്ഷൻ 31 പ്രകാരം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. വിവരാവകാശ നിയമം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന സെക്ഷൻ 30. ഈ നിയമപ്രകാരം കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഉണ്ടാക്കുന്ന ചട്ടങ്ങൾ അതത് നിയമസഭകളിൽ പാർലമെന്റിൽ സമർപ്പിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന സെക്ഷൻ ഏത്? സെക്ഷൻ 29. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സ്പീക്കർ തുടങ്ങിയ സക്ഷമ അധികാരികൾക്ക് ചട്ടങ്ങൾ നിർമ്മിക്കാൻ അധികാരം നൽകുന്ന സെക്ഷൻ ഏത്? സെക്ഷൻ 28. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി ചട്ടങ്ങൾ നിർമ്മിക്കുവാൻ സമുചിത സർക്കാരിന് അധികാരം നൽകുന്ന സെക്ഷൻ 27. വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 25. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂൾ 2 മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ 24 സബ്സെക്ഷൻ 2. ചില സുരക്ഷാ അന്വേഷണ ഏജൻസികളെ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 24. കോടതികളുടെ ഇടപെടൽ വിലക്കുന്ന വകുപ്പ് സെക്ഷൻ 23. മറ്റ് നിയമങ്ങളേക്കാൾ വിവരാവകാശ നിയമത്തിന് പ്രാബല്യം നൽകുന്ന വകുപ്പ് സെക്ഷൻ 22. സദുദ്ദേശത്തോടെ ചെയ്യുന്ന പ്രവർത്തികൾക്ക് സംരക്ഷണം നൽകുന്ന വകുപ്പ് സെക്ഷൻ 21. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷാ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 20. രണ്ടാം അപ്പീൽ 90 ദിവസത്തിനുള്ളിൽ നൽകണം എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ 19 സബ്സെക്ഷൻ 3. അപ്പീലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 19. വിവരാവകാശ കമ്മീഷന്റെ ചുമതലകളെക്കുറിച്ചും അധികാരങ്ങളെക്കുറിച്ചും പറയുന്ന വകുപ്പ് സെക്ഷൻ 18.